ഞാൻ ഓൾറെഡി വണ്ടി മേടിച്ചിരിക്കുന്നത് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് വഴിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ NOC എടുക്കാനായിട്ട് കൊടുത്ത ഡോക്യുമെൻറ്റ്സ് ആണ് അവർ അത് ഫേക്കായിട്ട് എൻ്റെ പേരിൽ തന്നെ ഫസ്റ്റ് ഓണറിൽ അവിടെ ചെയ്തിരിക്കുന്നത്. ഞാൻ NOCക്ക് വേണ്ടി മാത്രം കൊടുത്ത് എൻ്റെ ആധാർ കാർഡ് വെച്ചാണ് അവിടെ അഡ്രസ്സ് കൊടുത്തത്. ഞാൻ ആസാം സ്വദേശിയല്ല, ഞാൻ ഇവിടെ തന്നെ ഉള്ള ആളാണ്. എൻ്റെ പേര്, എൻ്റെ അഡ്രസ്സ് എല്ലാം കേരളത്തിൽ തന്നെയാണ്. ഞാൻ ജസ്റ്റ് അവർക്ക് കൊടുത്തിരുന്നത് എൻ്റെ ആധാർ കാർഡ് മാത്രമാണ്. അത് വെച്ചിട്ട് അവർ എനിക്ക് വേണ്ടിയിട്ട് NOCക്ക് വേണ്ടി ചെയ്ത പേപ്പർ അവർ എനിക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നത് ഡോക്യുമെന്റ്സ് ആയിട്ടാണ് ചെയ്തു തന്നത്. 2012 വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 94 ആണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ എൻ്റെ 17ാമത്തെ വയസ്സിൽ വണ്ടി അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് ലീഗലി കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്യുമെന്റ്സ് അവർ ഫേക്കായിട്ട് തന്നെ ചെയ്തു തന്നതാണ്. എൻ്റെ കുറച്ചേറെ പൈസ ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. അപ്പം കുറച്ചേറെ പൈസ ഉണ്ട്. അപ്പം അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ സാറുമാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്കും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓൺലൈൻ ഞാൻ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ ആഡ് കണ്ടാണ്. അപ്പോഴാണ് വണ്ടി എടുത്തത്. അവരുടെ നിന്നാണ് വണ്ടി എടുത്തത്. അതിനുശേഷം അവരുടെ ആഡും കാര്യങ്ങളൊക്കെ ഡിലീറ്റഡ് ആണ്. ഒരുപാട് പേര് അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാ വണ്ടികളും അങ്ങനെ പുറത്തുനിന്നുള്ള വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. കുറെ പേര് നമ്മളെപ്പോലെ തന്നെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. കുറെ പൈസ നമ്മുടെ പൈസയും കൊടുത്തിട്ടുണ്ട്. അത് ലീഗലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ രേഖകളെല്ലാം സാറുമാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവര് ഡൽഹി വണ്ടികളാണ്. ഡൽഹിയിൽ നിന്ന് ഓൾറെഡി 15 വർഷം കഴിഞ്ഞ് ക്യാൻസലായ വണ്ടികളാണ്. അതിപ്പോൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ, ഹിമാചലിലോ വേറെ എവിടെയെങ്കിലും നമുക്ക് രജിസ്റ്റർ ചെയ്ത് തരും എന്നൊക്കെയാണ് നമ്മളോട് ചാറ്റ് ചെയ്ത് പറഞ്ഞത്. NOC തരുമെന്നാണ് പറഞ്ഞത്. NOCക്ക് വേണ്ടിയാണ് നമ്മൾ ഡോക്യുമെന്റ്സ് കൊടുത്തത്. ഇപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഫസ്റ്റ് ഓണറിലുള്ള വണ്ടി ഇവിടെ സാറുമാർ കസ്റ്റഡി എടുക്കുന്നത്. അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പം അത് എൻ്റെ പേരിൽ NOCക്ക് കൊടുത്ത ഡോക്യുമെന്റ്സ് ആണ് അവർ എനിക്ക് ചെയ്തു തന്നത്. ഇല്ല, ഞാൻ ഒരു വട്ടം കണ്ടിട്ടുണ്ടായിരുന്നു. അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തു. ബാക്കി എല്ലാം ട്രാൻസാക്ഷൻസും കാര്യങ്ങളെല്ലാം വാട്സ്ആപ്പ് ത്രൂ ആണ്. അതെല്ലാം അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സാറുമാരെ കൊടുത്തിട്ടുണ്ട്. ഡൽഹി വെച്ചിട്ടുണ്ട്. അല്ലല്ല, മലയാളികളല്ല. വണ്ടി കിട്ടിയിട്ട് 1.5 വർഷമാകും. ഉണ്ട്. സംശയം തോന്നിയിട്ടുണ്ട്. അതിന്റെ എഞ്ചിൻ നമ്പറിനൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അത് ഓൾറെഡി ഞാൻ അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് തിരുത്തി തരാൻ ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിൻ്റെതായ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു ഓപ്പറേഷൻ നടക്കുന്നത് നേരത്തെ തന്നെ അറിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ സംഘം ഇതിൽ പ്രവർത്തിക്കുന്നത് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. ഈ ഭൂട്ടാൻ ഇത്തരം വാഹനങ്ങൾ കടത്തുന്നുള്ളത് അറിഞ്ഞിരുന്നു. ഇല്ല, അങ്ങനല്ല. വണ്ടി വെളിയിൽ നിന്നുള്ള വണ്ടിയാണ്. ഇപ്പൊ പേപ്പേഴ്സ്, ഡോക്യുമെന്റ്സിന്റെ ഒരു പ്രശ്നം വന്നപ്പോഴാണ് വണ്ടി ഇന്ത്യൻ വണ്ടി അല്ലാന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അന്ന് ഈ അന്വേഷണം പരാതി കൊടുത്തിരുന്നു? ഇല്ല, പരാതി കൊടുത്തിട്ടില്ല. ഓൾറെഡി പറ്റിക്കപ്പെട്ടെന്ന് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഞാൻ എന്റെ പൈസ കൊടുത്തിരിക്കുന്നതെല്ലാം ലീഗലായിട്ട് തന്നെ ആയതുകൊണ്ട് തന്നെ ഞാൻ നേരെ ഇപ്പൊ സാറുമാർ പറഞ്ഞിട്ടുണ്ട് പരാതി കൊടുക്കും. സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നതായിരിക്കും. കുറച്ചേറെ പൈസ ഉണ്ട്. ഞാൻ ഡീറ്റെയിൽസ് സാറുമാരെ കൊടുത്തിട്ടുണ്ട്. ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് കളർ മാറ്റം അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. കളർ മാറ്റം എന്ന് പറഞ്ഞാൽ വണ്ടി ഇവിടെ അതിന്റെ ഓൾറെഡി അതിന്റെ RC ബുക്കിൽ ബ്ലാക്ക് കിടക്കുന്നത്. നിലവിൽ വണ്ടി വൈറ്റ് ആണ്. ഇനി അതിനകത്ത് കൂടുതൽ കളർ മാറ്റമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ സാറുമാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ വർക്ക്ഷോപ്പിൽ അന്വേഷിച്ചപ്പോഴേ വണ്ടി നിറം മാറ്റാനാണ് ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞിരുന്നത്. അതിന്റെ RC ബുക്കിലെ കളർ ബ്ലാക്ക് ആണ്. RC ബുക്കിൽ ഓൾറെഡി ബ്ലാക്ക് ഉണ്ട്. പിന്നെ അതിപ്പോ വൈറ്റിലാണ് കിടക്കുന്നത്. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ടില്ല. വണ്ടി ഓൾറെഡി അവർ ചെയ്ത് തന്നിരിക്കുന്ന RCA ഫേക്ക് ആണ്. അത് സാറുമാർക്ക് മനസ്സിലായിട്ടുണ്ട്. സംശയങ്ങൾ RC ബുക്കിന് ഓൾറെഡി നമുക്ക് ഡൗട്ട് വന്നിട്ടുണ്ട്. അത് ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. അത് ക്ലിയർ ആക്കുമെന്ന് അവർ ഓൾറെഡി പറഞ്ഞു. അത് ഇതുവരെ ആക്കിയിട്ടില്ല. അതിന് മുന്നേ തന്നെ ഇവിടെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഒരുപാട് വണ്ടികളുടെ RC ബുക്ക് എല്ലാവരും നോക്കുന്നുണ്ട്. കുറെ പ്രശ്നങ്ങളുണ്ട് നിലവിൽ. രജിസ്ട്രേഷൻ മാറ്റാത്തതിന്റെ കാര്യം NOC നിലവിൽ 2012 വാഹനം രജിസ്ട്രേഷൻ. എന്റെ വണ്ടി 94 ആണ്. 94 ആണ് എന്റെ വണ്ടിയുടെ രജിസ്ട്രേഷൻ. അവരെനിക്ക് തന്നത് 2012 ആണ്. ഈ 2012 വെഹിക്കിൾ ഞാൻ ഇവിടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ more than 8 lakh rupees എനിക്ക് ടാക്സ് കൊടുക്കണം. അതായത് 2012 വെഹിക്കിൾ ദെൻ LC ഇവിടെ വരുമ്പോൾ അതിന് more than 2 crore rupeesന്റെ വാല്യൂ ഉണ്ട് ഇന്ത്യൻ ഇൻവോയ്സിൽ. ദെൻ ഇപ്പം വണ്ടിയുടെ എൻ്റെ 94 മോഡൽ വെഹിക്കിൾ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. 18,000 തൊട്ട് 30,000 വരെ എനിക്ക് ചാർജ് ആവുന്നുള്ളൂ. അപ്പം ആ ഒരു പ്രശ്നം, ആ 8 lakhs കൂടി ഇനി എനിക്ക് കൊടുക്കാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നാണ്. അവർ ക്ലിയർ ആക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അവർ ക്ലിയർ ആക്കിയിട്ടില്ല. ബാക്കി എല്ലാം നിങ്ങൾ പിന്നെ ബന്ധപ്പെട്ടിരുന്നോ? ഞാൻ ബന്ധപ്പെട്ടു. ഒരുപാട് കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, താങ്ക് യു.